അപ്പോൾ മെത്തേഡ്സ് ഓഫ് സോൾവിങ് ഫസ്റ്റ് ഓർഡർ കോമ ഫസ്റ്റ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ ഓർഡർ 1 ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിനകത്തിൽ ആര് മാത്രമേ കാണാൻ പാടുള്ളൂ? dy by dx. dy by dx മാത്രമേ കാണാൻ പാടുള്ളൂ. ഡിഗ്രി 1 ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന്റെ പവർ 1 ആണ്. അതിന്റെ പവർ 1 ആണ്. അപ്പൊ അങ്ങനെയുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സോൾവിങ് നമുക്ക് +2 പഠിക്കാനുള്ളൂ. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് വായിച്ചാട്ടെ. ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ഓഫ് ദി ഫോം dy by dx equal f of xy. അപ്പൊ ഓർഡർ 1ഉം ഡിഗ്രി 1ഉമായിട്ടുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോം എന്ന് പറയുന്നത് dy by dx equal f of x, y ആണ്. അല്ല, നമ്മൾ ഈ എഫ് ഓഫ് എക്സ് എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് ഈ എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് പറഞ്ഞാൽ അർത്ഥം? രണ്ട് വേരിയബിൾ കാണും. അതായത് ആ ഫംഗ്ഷനകത്തിൽ എക്സിലും വൈയിലുമുള്ള ആളുകൾ ഉണ്ടാകും. നമ്മൾ സാധാരണ പറയുമ്പോൾ ഒന്നുകിൽ എക്സിൽ മാത്രം അല്ലെങ്കിൽ വൈയിൽ മാത്രം. ഇവിടെ അതിന് പകരം എക്സിലും വൈയിലും ആ ഫംഗ്ഷന് വേരിയബിൾ ആയിട്ട് എക്സും വൈയും ഉണ്ടാകും. ഓക്കെ, ശരി. സെക്കൻഡ് പോയിന്റ് വായിച്ചാട്ടെ. ഇഫ് എഫ് ഓഫ് എക്സ് കോമ വൈ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ജി ഓഫ് എക്സ് h of y, then dy by g of x into h of y. g of x into h of y, then dy by dx equal g of x into h of y. g of x into h of y. അതിനായി വായിച്ചതിന്റെ അർത്ഥം ഇത്രയാണ്. നമുക്ക് തരുന്ന എഫ് ഓഫ് എക്സ് കോമ വൈയെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? g of x into h of y എങ്ങനെ എഴുതാൻ പറ്റും? g of x into h of y. h of y എന്ന് എഴുതാൻ സാധിക്കുമെന്ന് വിചാരിക്കാം. എന്തോ ഇതിന്റെ അർത്ഥം? എഫ് ഓഫ് എക്സ് കോമ വൈയെ നമുക്ക് g of x into h of y എന്ന് എഴുതാൻ സാധിക്കും. ഫംഗ്ഷൻ ആക്കി എഴുതാൻ പറ്റും എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ രണ്ട് ഫംഗ്ഷന്റെ സമ്മമായിട്ട് എഴുതാൻ പറ്റും. സമ്മല്ല, g of x into h of y. എങ്ങനെയുള്ള രണ്ട് ഫംഗ്ഷന്റെ? എക്സിലുള്ളതെല്ലാം കൂടി ഒരു ഫംഗ്ഷൻ ആയിട്ടും വൈയിലുള്ളത് വേറൊരു ഫംഗ്ഷൻ ആയിട്ട് എഴുതാൻ പറ്റുമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഏറ്റവും മുകളിൽ എഴുതി വെച്ചിരിക്കുന്ന dy by dx equal f of x കോമ y നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? dy by dx equal g of x into h of y. അപ്പൊ ഇവിടെ ഞാൻ സ്റ്റെപ്പ് എഴുതാം. ശരിയാണോ നിങ്ങൾ പറയണം. dy divided by h of y equal g of x into dx എന്ന് എഴുതിയാൽ തെറ്റുണ്ടോ? ഇല്ല സർ. ഇല്ല. അപ്പോൾ നമുക്കതിനെ എന്ത് വിളിക്കാം? അപ്പോൾ നമുക്കതിനെ എന്ത് വിളിക്കാം? വേരിയബിൾ സെപ്പറബിൾ. വേരിയബിൾ സെപ്പറബിൾ ഫോം എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? വേരിയബിൾ സെപ്പറബിൾ. അപ്പൊ എക്സ് ഉള്ളവരെയൊക്കെ ഡി എക്സിന്റെ കൂട്ടത്തിലും വൈ ഉള്ളവരെയൊക്കെ ഡി വൈയുടെ കൂട്ടത്തിലും നിർത്താൻ സാധിച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? വേരിയബിൾ സെപ്പറബിൾ. അപ്പൊ എക്സ് ഉള്ളവരെയൊക്കെ ഡി എക്സിന്റെ കൂട്ടത്തിലും വൈ ഉള്ളവരെയൊക്കെ ഡി വൈയുടെ കൂട്ടത്തിലും നിർത്താൻ സാധിച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? വേരിയബിൾ സെപ്പറബിൾ. വേരിയബിൾ സെപ്പറബിൾ എന്ന് പറയും. ഓക്കെ, ശരി. അപ്പൊ അടുത്ത പോയിന്റ് വായിച്ചേ ആദ്യ വിനായകേ. ഇപ്പൊ പറഞ്ഞ ഇതൊന്നുകൂടെ പറയുവോ? ഒന്നുമില്ല. എക്സ് ഉള്ളവരെയൊക്കെ ഡി എക്സിന്റെ കൂട്ടത്തിലും വൈ ഉള്ളവരെയൊക്കെ ഡി വൈയുടെ കൂട്ടത്തിലും നിർത്താൻ സാധിച്ചാൽ ആ ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് വേരിയബിൾ സെപ്പറബിൾ. എന്താ പറയുന്നു? വേരിയബിൾ സെപ്പറബിൾ. അല്ല സാർ, f(x,y) അത് ആദ്യത്തെ രണ്ട് പോയിന്റ് എഴുതിയപ്പോ ഞാൻ കോള് കട്ടായി പോയായിരുന്നു. അതാ ആദ്യം എഴുതി വെച്ചേക്കുന്ന പോയിന്റിന്റെ അർത്ഥം dy by dx equal f of x, y എന്നുള്ളതാണ് ഓർഡർ 1ഉം ഡിഗ്രി 1ഉമായിട്ടുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോം. അത് ഇവിടെ കിട്ടിയോ? ആ എഫ് ഓഫ് എക്സ് കോമ വൈ നമുക്ക് g of x into h of y എന്ന് എഴുതാൻ പറ്റുമെന്ന് വിചാരിക്കാം. എന്ന് വെച്ചാൽ അർത്ഥം എക്സ് ഉള്ള ഫംഗ്ഷൻ എല്ലാം കൂടി ഒരുമിച്ചും വൈ ഉള്ള ഫംഗ്ഷൻ വേറൊരു ഇതായിട്ട് എഴുതാം. അതായത് എക്സിലും വൈയിലും ഉണ്ടായിരുന്ന ഫംഗ്ഷനെ നമുക്ക് എക്സിലുള്ളവരെ എല്ലാം കൂടി ഒരുമിച്ചും വൈയിലുള്ളവരെ എല്ലാം കൂടി ഒരുമിച്ചും എഴുതാൻ പറ്റി എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ dy by dx equal
എഫ് ഓഫ് എക്സ് കോമ വൈക്ക് പകരം നമുക്ക് ജി ഓഫ് എക്സ് ഇൻറ്റു എച്ച് ഓഫ് വൈ എന്ന് എഴുതാമല്ലോ. എഴുതാം. അതിലെ എച്ച് ഓഫ് വൈ ഡി വൈയുടെ കൂട്ടത്തിൽ നിർത്തി, ജി ഓഫ് എക്സിന്റെ കൂട്ടത്തിൽ ഡി എക്സിനെ കൂടെ നിർത്തി. ഇപ്പൊ നോക്കിക്കേ, വൈ ഉള്ളതെല്ലാം കൂടെ ലെഫ്റ്റിലും എക്സ് ഉള്ളതെല്ലാം കൂടെ റൈറ്റിലും കിടക്കുമല്ലേ. ഈ ഫോമിൽ പറയുന്ന പേരാണ് വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ്. വേരിയബിൾ സെപ്പറബിൾ ഫോം. ഇനി ആദ്യമായി അങ്ങനെ വേരിയബിൾ സെപ്പറബിൾ ഫോമിൽ ഒരു ഇക്വേഷൻ കിട്ടിയാൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ എന്താണ് മാർഗം? The solution of 1 by h of y dy equal g of x into dx is given by integral 1 by h of y dy equal integral g of x dx plus c. അപ്പൊ ഇങ്ങനെ വേരിയബിൾ സെപ്പറബിൾ ഫോമിൽ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടിയാൽ അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ അതിനെ എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇതാണ് വേരിയബിൾ സെപ്പറബിൾ ഫോമിന്റെ തിയറി എന്ന് പറയുന്നത്. ഇതെല്ലാവരും വായിച്ചു നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പറയണം. മനസ്സിലായി സാർ. വായിച്ചു സാർ, മനസ്സിലായി. അപ്പോ ഇനി എല്ലാവരും നോട്ട് ബുക്ക് എടുക്കാം. എടുത്തു സാർ. നോട്ട് ബുക്കിൽ ഇപ്പൊ പറഞ്ഞ അത്രയും കാര്യങ്ങൾ എഴുതാനുള്ള സ്ഥലം ഇടുക. സ്ഥലം ഇടുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ഹെഡിങ് അവിടെ നിന്ന് എഴുതിയാലേ. സാർ ഇത് എഴുതിയായിരുന്നല്ലോ. എഴുതി വെച്ചിട്ടുണ്ടോ നിങ്ങള്? എഴുതിയിട്ടുണ്ടെങ്കിൽ സ്ഥലം ഇടണ്ട. ഇതിന്റെ ബാക്കിയും എഴുതിയായിരുന്നു. ഇതിന്റെ ബാക്കി എന്തോ മറ്റേ ഹോമോജീനിയസ് അതും എഴുതി. അതൊന്നും എഴുതാൻ പറ്റില്ല. അതെല്ലാം ഓരോന്നോരോ ടൈപ്പാ മനസ്സിലായി. ഞാൻ അതുകൊണ്ടല്ലേ പറഞ്ഞു ഈ താഴെയുള്ള 3 ആരോ മാർക്കുള്ളത് എഴുതാമെന്ന് പറഞ്ഞതല്ലേ. ഹോമോജീനിയസ് വിട്ടേക്കണം. നമ്മൾ ഇത് പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഇനി ഹോമോജീനിയസ് പഠിക്കാൻ പോകുന്നത്. അപ്പോ നിങ്ങൾക്ക് ഒരു ഇമേജ് കിട്ടിയോ ഗ്രൂപ്പില്? കിട്ടി. അവിടെ എക്സാമ്പിൾ 9 കിടക്കുന്നുണ്ടോ? എക്സാമ്പിൾ 9 കിടക്കുന്നുണ്ടോ? കണ്ടു സാർ. എക്സാമ്പിൾ 9ന്റെ ക്വസ്റ്റ്യൻ മാത്രം അങ്ങോട്ട് എടുത്ത് എഴുതിക്കേ. എക്സാമ്പിൾ 9ന്റെ ക്വസ്റ്റ്യൻ മാത്രം അങ്ങോട്ട് എടുത്ത് എഴുതുക. ഭവപ്രിയ ക്ലാസ്സിലുണ്ടോ? ഭവപ്രിയ, ഈ എക്സാമ്പിൾ 9 എന്ന് പറഞ്ഞ് ഞാൻ ഇപ്പൊ അയച്ചേക്കുന്നത് നിങ്ങളുടെ പുതിയ പുസ്തകത്തിലെ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? ബുക്ക് എടുത്ത് അടുത്ത് വെച്ച് എന്തിനാ അവിടെ എവിടെ കൊണ്ട് വെക്കുന്നേ? അല്ല, ഞാൻ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുവായിരുന്നു. ഉച്ചയ്ക്ക് മുമ്പ് തപ്പി നിർത്തിയതിന്റെ ബാക്കി തപ്പുന്നിടത്ത് ഇതുണ്ടാവും. ഈ സാറ് തന്നതിനകത്ത് മറ്റേ ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എ കർവ് അതല്ലേ? അല്ല. ആദ്യം മാഡം 9.4 എന്ന് പറയുന്ന ഹെഡിങ് എടുക്കുക. മെത്തേഡ്സ് ഓഫ് സോൾവിങ് ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുത്തോ. അതിൽ ആദ്യത്തേത് 9.4.1 ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് വിത്ത് വേരിയബിൾ സെപ്പറബിൾ. അത് കണ്ടോ? അത് കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ എക്സാമ്പിൾ വായിച്ചേ. Example 4. Find the general solution of the differential equation dy by dx equal to x plus 1 by 2 minus y, y not equal to 2. അപ്പൊ നിങ്ങൾ അത് എത്ര പറഞ്ഞു എഴുതണം? എല്ലാവരും എക്സാമ്പിൾ 4 എന്ന് പറഞ്ഞു എഴുതുക. പഴയ പുസ്തകത്തിലാണ് എക്സാമ്പിൾ 9 എന്ന് കിടക്കുന്നത്. അപ്പൊ നിങ്ങൾ എക്സാമ്പിൾ 4 എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുക. ചോദ്യം എഴുതിയ എല്ലാവരും?
എഴുതി സാർ. ഓക്കെ, അപ്പൊ ശരി. അമൽ ദേവേ. സാർ ഒരു മിനിറ്റ് ഇപ്പൊ കഴിയുവേ. ആ ആ സാർ കഴിഞ്ഞു. ആ ആ ആ വായിച്ചാട്ടെ എക്സാമ്പിൾ 9. Find the general solution of the differential equation dy by dx is equal to x plus 1 by 2 minus y not equal to 2. dy by dx is equal to x plus 1 divided by 2 minus y. എന്തിനാ അവർ ഈ y നോട്ട് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞേക്കുന്നത്? ഡിനോമിനേറ്റർ 0. ഡിനോമിനേറ്റർ 0 ആയി പോകും, വൈയുടെ വില 2 ആയാൽ. അപ്പം ഇതിന്റെ സൊല്യൂഷൻ എന്ത് സൊല്യൂഷൻ? ജനറൽ സൊല്യൂഷൻ. നമ്മൾ ഇന്ന് തിയറി പഠിച്ചായിരുന്നു ജനറൽ സൊല്യൂഷൻ, പർട്ടിക്കുലർ സൊല്യൂഷൻ. അപ്പൊ എഴുതുക ആദ്യം ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ്. എഴുതാനോ? ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ്. എന്താണ് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ? dy by dx is equal to x plus 1 by 2 minus y. x plus 1 divided by 2 minus y. അടുത്തായിട്ട് നമ്മൾ ആലോചിക്കേണ്ടത് ഇതിനെ വേരിയബിൾ സെപ്പറബിൾ ആക്കാൻ വല്ല മാർഗം ഉണ്ടോ നോക്കണം. അതായത് എക്സ് ഉള്ളവരെയൊക്കെ ഡി എക്സിന്റെ കൂട്ടത്തിലും വൈ ഉള്ളവരെയൊക്കെ ഡി വൈയുടെ കൂട്ടത്തിലും നിർത്താൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിക്കാം. ഒന്നുകിൽ മാർഗം ഉണ്ട്, അല്ലെ മാർഗമില്ല. നിങ്ങളുടെ അഭിപ്രായം പറയൂ. ഉണ്ട്. എന്ത് ചെയ്താൽ മതി? ക്രോസ് മൾട്ടിപ്ലൈ. അപ്പൊ പറഞ്ഞിരിക്കും അമലേ. 2 minus y into dy is equal to x plus 1 into dx. ഇതിപ്പോൾ എന്ത് ഫോമിലാണ്? വേരിയബിൾ സെപ്പറബിൾ. അപ്പൊ അവിടെ കോമ ഇട്ട് എഴുതണം, which is in the form of variable separable. Which is in the form of variable separable. ഓക്കെ, അപ്പൊ അങ്ങനെ വേരിയബിൾ സെപ്പറബിൾ വന്നാൽ അമലെ സൊല്യൂഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ അടുത്ത വരിയിൽ ഇന്റഗ്രൽ 2 minus y dy is equal to ഇന്റഗ്രൽ x plus 1 dx. x plus 1 dx. അപ്പൊ നമുക്കിത് ടേം ബൈ ടേം ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാമല്ലോ. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്ത് പറഞ്ഞേ. ഇന്റഗ്രൽ 2 dy ഇന്റഗ്രൽ ഒന്നുകിൽ അങ്ങനെ എഴുതാം, അതല്ലെങ്കിൽ നേരിട്ട് ആൻസർ എഴുതി പോയാൽ മതി. അപ്പൊ 2 into what is integral dy? ഇന്റഗ്രൽ 2 കോൺസ്റ്റന്റ് അല്ലേ, അത് മാറ്റി വെച്ചാൽ പിന്നെ ഇന്റഗ്രൽ dy അല്ലേ. അപ്പൊ ആ y എവിടുന്ന്? 2y. അത് കൊള്ളാം. ഇത് സെപ്പറേറ്റ് ചെയ്ത് എഴുതുമ്പോഴേ അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ട് എഴുതിയത്, അതുകൂടെ ചേർത്ത് എഴുതുവാണെങ്കിൽ നമ്മൾ ടേം ബൈ ടേം ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ ഇന്റഗ്രൽ 2 dy മൈനസ് ഇന്റഗ്രൽ y dy ഈക്വൽ ഇന്റഗ്രൽ എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ 1 dx എന്നല്ലേ വരുന്നത്. ഇതിനകത്തിന് 2 അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ വാട്ട് ഈസ് ഇന്റഗ്രൽ dy? 1 ആണോ ഇന്റഗ്രൽ dy? ഇന്റഗ്രൽ dx എന്തുവാ? ഇന്റഗ്രൽ dx is equal to ഇന്റഗ്രൽ 1 dx is equal to xx. അപ്പൊ ഇന്റഗ്രൽ dy എന്ത് വരും? y 2y മൈനസ് ഇന്റഗ്രൽ y dy 1. ഒരു മേടിക്കേണ്ടതെന്ന് ഇന്റഗ്രൽ y dy y square by 2. y square by 2 ഈക്വൽ ഇന്റഗ്രൽ x dx x square by 2. x square by 2 പ്ലസ് ഇന്റഗ്രൽ 1 dx x പ്ലസ് c കോമ which is the required which is the required general solution. ഫ്രീ കിട്ടിയ എല്ലാവർക്കും? കിട്ടിയോ? വായിച്ചു നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം, ഡൗട്ട് ഇല്ലെങ്കിലും പറയണം.
വായിച്ചു നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിലും പറയണം, ഡൗട്ട് ഇല്ലെങ്കിൽ പറയണം. വായിച്ചു നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിലും പറയണം, ഡൗട്ട് ഇല്ലെങ്കിലും പറയണം. വായിച്ചു സർ, മനസ്സിലായി. മനസ്സിലായി സർ. ആ വായിച്ചു സർ, മനസ്സിലായി. മനസ്സിലായി സർ. അപ്പോൾ നിങ്ങൾ ഞാൻ അയച്ച കുറച്ച് പേരുടെയും കൂടെ മറുപടി കിട്ടിയാൽ നമുക്ക് അടുത്ത കണക്കിലേക്ക് പോകാം. അവിടെ പോയി അവിടെ കിടക്കാം. കുറച്ചു പേരുടെയും കൂടെ മറുപടി കിട്ടിയാൽ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം. മനസ്സിലായാലോ? മനസ്സിലായി സർ. മനസ്സിലായി സർ. അടുത്തത് ഞാൻ അയച്ചു തന്നതിനകത്തിൽ അടുത്തൊരു എക്സാമ്പിൾ 10 എന്ന് പറഞ്ഞു കിടക്കുന്ന ചോദ്യം കണ്ടോ? കണ്ടു സർ. ഭാവപ്രിയെ, അത് നിങ്ങളുടെ പുതിയ പുസ്തകത്തിൽ എത്രാമത്തെ എക്സാമ്പിൾ ആണ്? Example 5, sir. എക്സാമ്പിൾ 5. എഴുതിയാട്ടെ, എക്സാമ്പിൾ 5. ചോദ്യം എഴുതിയ എല്ലാവരും? ചോദ്യം എല്ലാവരും എഴുതിയോ? എഴുതി സർ. എഴുതി സർ. ഓക്കെ, ആദിത്യ ചോദ്യം ഒന്ന് വായിച്ച മോനെ. ആദിത്യൻ Sir, വായിച്ചാട്ടെ. find the general solution of the differential equation dy by dx is equal to 1 plus y square by 1 plus x square. ഓക്കെ, അപ്പൊ ഈ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ എന്ത് കണ്ടുപിടിക്കാനാണ് ചോദ്യം? General solution. അപ്പൊ ആദ്യം എഴുതിയാട്ടെ. ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് എന്ത് ഇക്വേഷൻ? dy by dx is equal to dy by dx is equal to 1 plus y square by 1 plus x square. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് ആലോചിക്കുന്നത് ഇതിനെ വേരിയബിൾ സെപ്പറബിൾ ആക്കാൻ വല്ല മാർഗമുണ്ടോ എന്ന് ആലോചിച്ച് നോക്കാം. എന്തെങ്കിലും മാർഗമുണ്ടോ? ഇതിനെ വേരിയബിൾ സെപ്പറബിൾ ആക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? Cross multiply. ക്രോസ് മൾട്ടിപ്ലൈ. അപ്പൊ സ്റ്റെപ്പ് പറഞ്ഞു എഴുതിക്കോ. ആദിത്യ, 1 plus x square into dy equal 1 plus y square into dx. 1 plus y square into dx.
ഇപ്പോൾ ഇത് വേരിയബിൾ സെപ്പറബിൾ ആയോ? ഇപ്പോൾ ഇത് വേരിയബിൾ സെപ്പറബിൾ ആയോ? ഇല്ല സാർ. ഇല്ല. കാരണം എക്സിന്റെ ഒരു സ്ഥാനത്ത് ഉള്ളത് ഡിവൈയും വൈയുടെ കൂടെയുള്ള ഡി എച്ച്. DXO. അപ്പൊ ഇത് വേരിയബിൾ സെപ്പറബിൾ ആക്കാൻ എന്ത് ചെയ്യണം? അപ്പോൾ ഇത് വേരിയബിൾ സെപ്പറബിൾ ആക്കാൻ എന്ത് ചെയ്യണം? dy by 1 plus y square is equal to dx by 1 plus x square. ഇപ്പോൾ ഇത് വേരിയബിൾ സെപ്പറബിൾ ആയോ? എഴുതിയാട്ടെ. dy by 1 plus y square equal dx by 1 plus x square. എഴുതിയോ? സാർ. കോമ ഇതിപ്പോ എന്ത് ഫോമിലാണ്? ഇപ്പൊ ഇതെന്ത് ഫോമില? കോമ വിച്ച് ഈസ് ഇൻ ദ ഫോം ഓഫ് വേരിയബിൾ സെപ്പറബിൾ. വിച്ച് ഈസ് ഇൻ ദ ഫോം ഓഫ് വേരിയബിൾ സെപ്പറബിൾ. അങ്ങനെയാണെങ്കിൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ അഞ്ചു നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ അടുത്ത വരിയിൽ ഇന്റഗ്രൽ dy by 1 plus y square ഇന്റഗ്രൽ dy divided by 1 1 plus plus y square is equal to integral dx by 1 plus x square. ഓക്കെ. ഇന്റഗ്രൽ dy divided by 1 plus y square ആരാണ്? നിങ്ങൾ പഠിച്ച സ്റ്റാൻഡേർഡ് റിസൾട്ട് എക്സ് വെച്ച് 1 by 1 plus x square dx. 1 by 1 plus x square dx ആരാ അത്? tan inverse. അപ്പോ ഇടതുവശത്തെ ആൻസർ എന്ത് വരും? Tan inverse y ഈക്വൽ വലതുവശത്തെ ആൻസറോ? tan inverse x. x പ്ലസ് c കോമ വിച്ച് ഈസ് ദി Required general solution. which is the required general solution. Which is the required general solution. എഴുതി കഴിഞ്ഞോ എല്ലാരും? എഴുതി കഴിഞ്ഞോ? എഴുതി സാർ. ഓക്കെ. വായിച്ചു നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിലും പറയണം, ഡൗട്ട് ഇല്ലെങ്കിലും പറയണം. ഉച്ചയ്ക്ക് ചോറുണ്ടിട്ടിരുന്ന് ഉറങ്ങരുത്. വായിച്ചു നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിലും പറയണം, ഡൗട്ട് ഇല്ലെങ്കിലും പറയണം. വായിച്ചു സാർ, മനസ്സിലായി. മനസ്സിലായി സർ. മനസ്സിലായി സാർ. ഓക്കെ. ഞാൻ അയച്ചു തന്ന ഫോട്ടോയ്ക്കകത്ത് ഒരു എക്സാമ്പിൾ 11 കിടക്കുന്നുണ്ടോ? കണ്ടോ? ഹോപ്രിയെ, അത് പുതിയ പുസ്തകത്തിൽ എത്രാമത്തെ എക്സാമ്പിളാ? Example 6 sir. ഒന്ന് വായിച്ചേ. Find the particular solution of the differential equation dy by dx equal to minus 4xy square given that y equal to 1 then x equal to 0. അപ്പൊ ആ ചോദ്യം എത്രാമത്തെ എക്സാമ്പിൾ ആയിരുന്നു ഹോപ്രിയെ? Example 6. എക്സാമ്പിൾ 6. എക്സാമ്പിൾ 6 എന്ന് പറഞ്ഞുകൊണ്ട് ആ ചോദ്യം എല്ലാവരും എഴുതുക.
ചോദ്യം എഴുതി കഴിയുമ്പോൾ പറയണം. എഴുതി സർ. ഓക്കെ. അപ്പോൾ ഭാവപ്രിയ ഒന്ന് വായിച്ചേ ചോദ്യം. Find the particular solution of the differential equation dy by dx equal to minus 4xy square given that y equal to 1 when x equal to 0. നമ്മൾ ഇതുവരെ പറഞ്ഞതിൽ നിന്നുള്ള വ്യത്യാസം എന്തോ ഭാവപ്രിയ ചോദ്യത്തില്? ചോദ്യം ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു വ്യത്യാസം കാണാം. പർട്ടിക്കുലർ സൊല്യൂഷൻ. ഇതുവരെ ചെയ്ത രണ്ട് കണക്കിനകത്ത് നമ്മൾ ജനറൽ സൊല്യൂഷൻ ആണ് കണ്ടുപിടിച്ചതെങ്കിൽ ഇതിൽ നമ്മൾ എന്തോ കണ്ടുപിടിക്കണ്ടേ? Particular solution. അപ്പൊ അങ്ങോട്ട് എഴുതിയാട്ടെ. Given differential equation is dy by dx is equal to minus 4xy square. ഓക്കെ. അപ്പോ ഭാവപ്രിയ ഇതിനെ വേരിയബിൾ സെപ്പറബിൾ ആക്കാൻ എന്തോ മാർഗം? ഇതിനെ വേരിയബിൾ സെപ്പറബിൾ ആക്കാൻ എന്താണ് മാർഗം? Cross multiply. Sorry. And the y square ആണെങ്കിൽ ഡിവൈഡ് അകത്തോട്ട് കൊണ്ടുപോകാം. അപ്പോ dy by y square equal minus 4x dx. dx-നെ അപ്പുറത്തോട്ട്. ഓക്കെ. ഭാവപ്രിയ ഇരിക്കുന്ന റൂമിലെ ഫാൻ ഒരുപാട് പഴയ ഫാനാണ്. ചെറുതായിട്ട് ആണ്. അപ്പോൾ dy ഡിവൈഡഡ് ബൈ y സ്ക്വയർ ഈക്വൽ മൈനസ് 4x dx. ഇതിപ്പോ എന്ത് ഫോമിലായി ഭാവപ്രിയേ? and variable separable form. Which is in the form of variable separable. ആണോ? ആണ് സർ. അപ്പൊ സൊല്യൂഷൻ കിട്ടാനുള്ള മാർഗം ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ എഴുതുക. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോ ഇന്റഗ്രൽ dy ഡിവൈഡഡ് ബൈ y സ്ക്വയർ ഈക്വൽ ഇന്റഗ്രൽ മൈനസ് 4x dx. ആണോ? അതെ സർ. ഓക്കെ. ഈ ഇന്റഗ്രൽ dy ബൈ y സ്ക്വയർ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുമോ പ്രിയേ? ഇതൊക്കെ നമ്മൾ ഒരുപാട് കണക്കിൽ ഇന്റഗ്രേഷൻ പഠിച്ചിട്ടുള്ള. എക്സിന് വേണ്ടി ചെയ്യുന്നത് വൈക്ക് വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ. ആർക്കെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ? y raised to minus 2. ഈ ഡിവൈഡഡ് ബൈ y raised to 2-നെ നമ്മളങ്ങ് മുകളിൽ കൊണ്ടുപോയാൽ എന്ത് വരും? y raised to minus 2 dy ഈക്വൽ മൈനസ് 4 ഇങ്ങോട്ട് മാറ്റി നിർത്തി പിന്നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ ഇന്റഗ്രൽ x dx. ശരിയാണോ? ആണോ? y raised to minus 2-ന്റെ ഇന്റഗ്രൽ y raised to minus 2 plus 1 by minus 2 plus 1 എന്ന് പറയുമ്പോൾ y raised to minus 1 by minus 1 is equal to minus 4 അവിടെ നിർത്തി. ഇന്റഗ്രൽ x dx ആരാ? x square by 2. ഇന്റഗ്രൽ x dx x square by 2. അപ്പൊ minus 4 x square by 2 plus c. ആണോ? അതെ സർ. ഈ ഡിനോമിനേറ്റർ കിടക്കുന്ന മൈനസ് എടുത്ത് നമുക്ക് ന്യൂമറേറ്റർ കൊടുക്കാം. മൈനസ് y raised to minus 1 എന്ന് പറഞ്ഞാൽ ആരാ? 1 by y. 1 by y. അപ്പൊ 1 by y is equal to 4 രണ്ടോടെ വെട്ടിക്കളയാം. അപ്പൊ എന്ത് കിട്ടും? minus 2. അപ്പൊ minus 2 x square plus c. അതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. which is the
which is the particular solution. you അല്ല which is the General solution. required general solution, which is the required general solution. ഓക്കെ ആണോ? ഓക്കെ ആണോ? Okay, sir. പക്ഷേ ഇവിടെ കൊണ്ട് ആൻസർ തീരുന്നില്ല. കാരണം നിങ്ങളോട് എന്ത് കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കുന്നത്? Particular. Particular solution. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും പർട്ടിക്കുലർ സൊല്യൂഷൻ? പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള സംഗതി ചോദ്യത്തിൽ പറയുന്നുണ്ട്. X ന് Y ക്ക് വാല്യൂ കൊടുക്കണം. അപ്പൊ എഴുതുക ഇൻ ഇക്വേഷൻ നമ്പർ 1 put x is equal to 0 and y equal 1. ഇക്വേഷൻ നമ്പർ 1ൽ എക്സിന് 0 എന്നും വൈക്ക് എത്ര എന്നും കൊടുക്കുക? 1 ആണ് കൊടുക്കുക. അപ്പൊ പറഞ്ഞാട്ടെ -1 വൈയുടെ വില 1. ഈക്വൽ -2 into x square 0 square. 0 square plus c. -1/1 ആരാ? -1 ഈക്വൽ ഈ ടേം അങ്ങ് 0 ആവുമല്ലോ. 0 പ്ലസ് C. അപ്പൊ -1 ഈക്വൽ C. അപ്പൊ തിരിച്ചെഴുതിയാൽ c is equal to -1. ഉണ്ടോ? നമ്മുടെ ജനറൽ സൊല്യൂഷൻ അകത്ത് അവര് പറഞ്ഞിരുന്ന കണ്ടീഷൻ അപ്ലൈ ചെയ്തപ്പോ നമുക്ക് ആരുടെ വില കിട്ടി? C യുടെ ഈ വില കൊണ്ടുപോയി എവിടെ കൊടുക്കണം? ഇക്വേഷൻ നമ്പർ 1 ൽ. അപ്പൊ എഴുതുക പുട്ട് c ഈക്വൽ -1 ഇക്വേഷൻ in നമ്പർ equation number 1. Equation number 1 implies -1/y equal -2x square plus c യുടെ വില പ്ലസ് c യുടെ വില -1. അപ്പൊ നമ്മള് c യുടെ സ്ഥാനത്ത് -1 എന്ന് എഴുതി. അപ്പൊ ഒന്ന് വൃത്തിയാക്കി എഴുതിയാൽ -1/y equal -2x square -1. comma which is the required particular solution. ക്ലിയർ ആയോ എല്ലാവർക്കും? ക്ലിയർ ആയോ? കണ്ട്. ചോദ്യം എഴുതി കഴിയുമ്പോൾ പറയണം. സാർ അത് എക്സാമ്പിൾ 7 ആയിട്ടല്ലേ എഴുതണ്ടേ? എക്സാമ്പിൾ 7 ആയിട്ടാണ് എഴുതുന്നത്. ഒന്നുകൂടെ വേണോ? ചോദ്യം എഴുതി കഴിഞ്ഞോ? എഴുതി സാർ. അപ്പൊ ശരി ഭവപ്രിയ ദേവനന്ദ ഒന്ന് വായിച്ചേ ചോദ്യം. വായിച്ചാട്ടെ. Find the equation of the curve passing through point 1, whose the differential equation is x dy equal to 2x square plus 1 dx. എന്താണ് വായിച്ച ചോദ്യത്തിന്റെ അർത്ഥം? വായിച്ച ചോദ്യത്തിന്റെ അർത്ഥം എന്താണ്?
ദേവനന്ദേ, ദേവനന്ദ, സാർ എന്താണ് ചോദ്യത്തിന്റെ അർത്ഥം? 1 എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന കർവിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അപ്പോ 1 1 എന്ന് പറയുന്ന ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്ന ഒരു കർവിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്തോ തന്നേക്കുന്നേ? ആ ലൈനിന്റെ ഡിഫറൻഷ്യൽ അല്ലല്ല, ഇക്വേഷൻ. ആ കർവിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ആ കർവിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പൊ എഴുതുക. Given differential equation is എന്താണ് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ പറഞ്ഞാട്ടെ? x dy equal 2x² + 1 dx. നമ്മൾ ഇതിനെ വേരിയബിൾ സെപ്പറബിൾ ഫോം ആക്കണോ അതോ വേരിയബിൾ സെപ്പറബിൾ ഫോമിലാണോ കിടക്കുന്നത്? ആക്കണം. അപ്പൊ എന്ത് ചെയ്യും നമ്മള്? എക്സിനെ ഇടതുവശത്ത് ഇൻഡു ചെയ്തിരിക്കുന്ന എക്സിനെ വലതുവശത്ത് കൊണ്ടുപോയി ഡിവൈഡ് ചെയ്യണം. അപ്പൊ എന്തോ ഇടും നമുക്ക്? dy ഈക്വൽ 2x² + 1 dx by x. അല്ലെങ്കിൽ 2x² + 1 the whole divided by x into dx എന്ന് കിട്ടും. ശരിയാണോ? ആണോ? ആണ് സർ. അപ്പൊ dy ഈക്വൽ നമുക്ക് ഇതിനെ ടേം ബൈ ടേം ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഡിവൈഡ് ചെയ്തെന്ന് പറഞ്ഞേ. ഈ ബ്രാക്കറ്റ് ടേം ബൈ ടേം ആയിട്ട് ഡിവൈഡ് ചെയ്തെന്ന് പറഞ്ഞേ. 2x² by x 2x² by x plus 1 by x dx. plus 1 by x dx. അപ്പോൾ dy is equal to ഡിവൈഡ് ചെയ്തിട്ട് പറഞ്ഞേ 2x² by x 2x plus 1 by x 1 by x dx. ഇപ്പോൾ ഇത് വേരിയബിൾ സെപ്പറബിൾ ഫോം ആയോ? ആയി സർ. അപ്പൊ വേരിയബിൾ അപ്പോൾ എഴുതി വെക്കണം. കോമ which is in the form of variable separable. which is in the form of variable separable. എഴുതിയോ? എഴുതിയോ? എഴുതി സർ. എല്ലാവരും ഉച്ചയ്ക്ക് ഉറങ്ങുവാണോ? എഴുതി സർ. ഓക്കെ. അങ്ങനെ വേരിയബിൾ സെപ്പറബിൾ ആണെങ്കിൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും ദേവനന്ദേ? ഇന്റഗ്രേറ്റ് ചെയ്യും. അപ്പോ ഇനി ഇന്റഗ്രലോട്ടുള്ള സ്റ്റെപ്പ് ദൃശ്യം എന്ന് പറഞ്ഞേ. ഇന്റഗ്രൽ dy equal integral 2x plus 1 by x dx. 2x plus 1 by x dx. അപ്പോൾ ഇന്റഗ്രൽ dy എന്ന് പറയുമ്പോൾ ആരാ? y. അടുത്തതിനകത്ത് 2 കോൺസ്റ്റന്റ് ആണ്. 2 ഇങ്ങോട്ട് മാറ്റി നിർത്തി ഇന്റഗ്രൽ x dx ആരാ? x അല്ല x² by 2. x² by 2 plus 1 by x ആരാ? minus 1 by x². വല്ല മെഴുകേണ്ടേന്ന് ഇന്റഗ്രൽ 1 by x log dx. ലോഗ് മോഡുലസ് x പ്ലസ് c. ഈ രണ്ടും രണ്ടോ കട്ടായി പോകത്തില്ലേ? അപ്പൊ എന്ത് കിട്ടും? y ഈക്വൽ x² plus log mod x plus c. log mod x plus c, which is the required particular solution. c ഉള്ളത് particular solution ആണോ? അല്ല which is the required general solution. പക്ഷേ നിങ്ങൾക്ക് ചോദ്യത്തിൽ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. എന്താണ് ഗോപികയെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ? പോയിന്റ് 1 1 കൂടെ പാസ് ചെയ്യുന്ന കർവ് ആയിരിക്കണം. അപ്പൊ എഴുതുക സിൻസ് ദ കർവ് പാസസ് ത്രൂ ദ പോയിന്റ് 1 1. സിൻസ് ദ കർവ് പാസസ് ത്രൂ ദ പോയിന്റ് 1 1. കർവ് ഏത് പോയിന്റിലൂടെയാണ് കടന്നു പോകുന്നത്? 1 1. 1 1 കടന്നു പോകുന്നു. അപ്പൊ കടന്നു പോകുമ്പോ നമുക്ക് എഴുതി വെക്കാം ഇൻ ഇക്വേഷൻ. പോയിന്റ് ഏതായിരുന്നു? 1 1 അല്ലേ? 1 1. In equation number 1, equation number 1 ആരെങ്കിലും വിളിച്ചായിരുന്നോ? ഇല്ല. അതുകൊണ്ട് ഈ അവസാനം കിട്ടിയ C ഉള്ള ആളിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം കേട്ടോ.
in equation number 1 put x is equal to 1 and y is equal to 1. അപ്പൊ equation number 1 implies y equal അല്ല y equal എന്നല്ലല്ലോ Equal മുമ്പത്തെ തിന്നു വെച്ചോട്ടെ അത് y equal അല്ല yക്ക് വരെ എന്ത് കൊടുക്കണം നമ്മള് 1 equal ഒരു സെക്കൻഡ് ഞാൻ ആ സ്റ്റെപ്പ് ഒന്ന് വായിച്ചോട്ടെ y അങ്ങ് മാറ്റി ഇനി ആ yക്ക് നമ്മൾ വില കൊടുക്കണം പറഞ്ഞാട്ടെ 1 equal 1 equal 1 square plus 1 square plus log modulus 1 plus c. അപ്പോൾ 1 equal 1 square 1 ആണ് പ്ലസ് ലോഗ് മോഡുലസ് ഓഫ് 1 എത്ര 0 അല്ല മോഡുലസ് ഓഫ് 1 അല്ല log 1 അല്ല അപ്പൊ ലോഗ് 1 എത്ര 0 അപ്പൊ 0 പ്ലസ് സി അപ്പൊ 1 equal 1 പ്ലസ് സി അപ്പൊ സിയുടെ വിലയോ 2 1 minus 1 0 1 minus 1 equal 0 അപ്പൊ ആരുടെ വില കിട്ടി സിയുടെ വില ഈ വില കൊണ്ടുപോയി വീണ്ടും കൊടുക്കണം equation number 1 അപ്പൊ എഴുതുക in equation number 1 put c is equal to 0 അപ്പൊ equation number 1 implies പറഞ്ഞാട്ടെ y is equal to x square plus log modulus x plus c log modulus x അത്ര മതി കാരണം പ്ലസ് സി എന്തായി പോയി 0 which is the required particular solution അല്ല എഴുതുമ്പോൾ എഴുതേണ്ടത് which is the required equation of the curve which is the required equation of the curve ഇപ്പൊ പിടികിട്ടിയോ സർ മനസ്സിലായി അപ്പൊ എല്ലാവരും ആ പ്രോബ്ലം ഒന്ന് വായിച്ചു നോക്കുക ഡൗട്ട് ഉണ്ടെങ്കിലും പറയണം ഡൗട്ട് ഇല്ലെങ്കിലും പറയണം Passing through the point -2, 3, given that the slope of the tangent to the curve at any point xy is 2x by y square. അപ്പൊ എന്തുവാ കല്യാണി കണ്ടുപിടിക്കണ്ടേ ആ കർവിന്റെ ഇക്വേഷൻ ആ കർവ് ഏത് പോയിന്റിലൂടെ കടന്നു പോകുന്നത് -2, 3 3യിലൂടെയാണ് കടന്നു പോകുന്നത് എന്നിട്ട് ഇനി പറയുന്ന സെന്റൻസ് ഒന്ന് വായിച്ചേ given that the slope of the tangent through the curve at any point xy is 2x by y square. നിങ്ങൾ എല്ലാവരും ആൻസർ എന്ന് പറഞ്ഞുകൊണ്ട് ആ സെന്റൻസ് അതുപോലെ തന്നെ ഒന്ന് എഴുതിക്കേ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ടു ദ കർവ് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ടു ദ കർവ് എഴുതിയോ sir. to the curve at any point xy equal അല്ലെങ്കിൽ xy is 2x by y square. 2x by y square അത്ര എല്ലാവരും എഴുതിയാലോ ഇനി ഞാൻ പറയാൻ പോകുന്ന പോർഷൻ ആണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിനകത്ത് പഠിക്കാനുണ്ടായിരുന്നത് അതായത് ഇപ്പോ നിങ്ങൾ ഇടതുവശത്ത് എഴുതിയിരിക്കുന്ന സെന്റൻസ് ഒന്ന് വായിച്ചേ കല്യാണി എടുത്തെഴുതിയ സെന്റൻസ് അല്ലേ സർ അത് തന്നെ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ടു ദി കർവ് അറ്റ് എനി പോയിന്റ് xy ഈസ് 2x by y. അതിനെയാണ് നമ്മൾ മാത്തമാറ്റിക്സിൽ എന്തെന്ന് എഴുതുന്നത് ഡെറിവേറ്റീവ് dy by dx എന്ന്. അപ്പോ ഒരു കർവിന്റെ ഏത് പോയിന്റിലൂടെയും വരയ്ക്കുന്ന ടാൻജന്റിന്റെ സ്ലോപ്പിനെ നമുക്ക് എങ്ങനെ എഴുതാം dy by dx. അപ്പൊ dy by dx is equal to എന്ത് വരും 2x by y square. 2x by y square എന്ന് വരും. ഇത്രയും കാര്യം ഓക്കെ ആണോ Okay. ഇത് വേരിയബിൾ സെപ്പറബിൾ ഫോം ആണോ ഇത് വേരിയബിൾ സെപ്പറബിൾ ഫോം ആണോ അല്ല വേരിയബിൾ സെപ്പറബിൾ ആക്കാൻ എന്ത് ചെയ്യും കല്യാണി
y square into dy is equal to y square into dy is equal to 2x into dx. 2x into dx. ഇതെന്ത് ഫോമാണ്? Variable separable form. Which is in the form of variable separable. Which is in the form of variable separable. എഴുതിയോ? എഴുതി സർ. അങ്ങനെ വേരിയബിൾ സെപ്പറബിൾ ഫോം ആണെങ്കിൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള മാർഗം ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രൽ y സ്ക്വയർ dy is equal to ഇന്റഗ്രൽ 2x dx. ശരിയാണോ? സർ. ഇന്റഗ്രൽ y സ്ക്വയർ dy ആരാ? y³ 3. y³ 3 ഈക്വൽ 2 അങ്ങോട്ട് മാറ്റി നിർത്തി. ഇന്റഗ്രൽ x dx ആരാ? 1. x²/2. x²/2 പ്ലസ് c. ഈ 2 കൂടെ കട്ട് ചെയ്തു പോകും. അപ്പൊ എന്ത് കിട്ടും? y³ is equal to h² പ്ലസ് c ആണോ? അതെ സർ. which is the required general solution. അതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. ഓക്കെ. ഇനി കല്യാണി ചോദ്യത്തിലൊരു കണ്ടീഷൻ പറയുന്നില്ലയോ? എന്താണ് ആ കണ്ടീഷൻ? The slope of the tangent to that curve. അതിനു മുമ്പ് Find the equation of the curve passing through the point -2, 3. ഈ കർവ് കടന്നു പോകുന്ന പോയിന്റ് ഏതാണ്? -2, 3. അപ്പൊ എഴുതുക, സിൻസ് ദ കർവ് പാസസ് ത്രൂ ദ പോയിന്റ്, സിൻസ് ദ കർവ് പാസസ് ത്രൂ ദ പോയിന്റ് since the curve passes through the point -2, 3. -2, 3 which implies in equation number 1 പറഞ്ഞോ ശരിയാ, put x is equal to -2 y is equal to 3 എന്ന് കൊടുക്കാം. അപ്പൊ ഇക്വേഷൻ നമ്പർ 1 implies പറഞ്ഞാട്ടെ y³ 3 എന്തോ വരും? 3³ 3³ ഈക്വൽ x² -2² plus c. 3³ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്തോ കിട്ടും? 3² അപ്പൊ 3² എത്ര? 9. അപ്പൊ ഇതിന് വരെ നമുക്ക് 9 എന്ന് എഴുതാം. ഈക്വൽ -2 സ്ക്വയർ 4 പ്ലസ് c. അപ്പോൾ സിയുടെ വില എന്തോ കിട്ടും? 9 - 4. അപ്പോൾ സിയുടെ വില 5. ഓക്കെ. ഇനി നമ്മൾ എന്തോ ചെയ്യണം? ഇക്വേഷൻ നമ്പർ 1 എഴുതുക. ഇൻ ഇക്വേഷൻ നമ്പർ പുട്ട് c ഈക്വൽ 5 ഇൻ ഇക്വേഷൻ നമ്പർ 1. പുട്ട് c ഈക്വൽ 5 ഇൻ ഇക്വേഷൻ നമ്പർ 1. അപ്പോ ഇക്വേഷൻ നമ്പർ 1 implies y³ 3 is equal to x² plus 5. x² plus 5 comma which is the required equation of the curve. Which is the required equation of the curve. ഇത്രയും കാര്യം എല്ലാവർക്കും മനസ്സിലായി? അവിടെ കൊണ്ടുവച്ചത് മനസ്സിലായി സാർ. അത് പിന്നീട് പറയാം. ഇത്രയും പിടി കിട്ടിയ എല്ലാവർക്കും മനസ്സിലായി സാർ. വായിച്ചു നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിലും ഡൗട്ട് ഇല്ലെങ്കിലും പറയണം.